രൂപമാറ്റം വരുത്തിയ ജീപ്പിൽ നിയമം ലംഘിച്ച് യാത്ര ചെയ്ത കൊലക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ്. കണ്ണൂർ എൻഫോഴ്സ്മെന്റ് RTO വയനാട് RTOയ്ക്ക് റിപ്പോർട്ട് നൽകി. സജോ ദേവസ്യ വിവരങ്ങളുമായി ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സജോ, കഴിഞ്ഞ ദിവസം ആ യാത്രയുമായി ബന്ധപ്പെട്ട് ഉടമയ്ക്കെതിരെയായിരുന്നല്ലോ കേസെല്ലാം, വാഹന ഉടമയ്ക്കെതിരെ. ഇപ്പോൾ ലൈസൻസ് ഇല്ല എന്നാണോ വ്യക്തമാകുന്നത് ആകാശ് തില്ലങ്കേരിക്ക്? ഉന്മേഷ്, ഇപ്പോൾ ആകാശ് തില്ലങ്കേരിക്ക് ലൈസൻസ് ഇല്ല എന്ന പ്രാഥമിക കണ്ടെത്തലാണ് MVDയുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. ഇത് സംബന്ധിച്ച് നേരത്തെ ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ സ്വമേധയുള്ള ഇടപെടൽ വരികയും കർശന നടപടിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. അതിന് പിന്നാലെ തന്നെ വേഗത്തിലുള്ള അന്വേഷണത്തിലേക്ക് കടന്നു. ആകാശ് തില്ലങ്കേരിയുടെ ലൈസൻസ് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ കണ്ണൂർ എൻഫോഴ്സ്മെന്റ് RTOയ്ക്കാണ് നിർദ്ദേശം നൽകിയത്. എൻഫോഴ്സ്മെന്റ് RTOയുടെ റിപ്പോർട്ടിൽ പറയുന്നത് കണ്ണൂരിൽ നിന്ന് ആകാശ് ലൈസൻസ് എടുത്തിട്ടില്ല, അതായത് ലൈസൻസ് ആകാശിന് ഇല്ല എന്ന നിഗമനം തന്നെയാണ് ഇപ്പോഴുള്ളത്. പക്ഷേ അന്തിമമായ ഒരു പരിശോധന തന്നെ MVDയുടെ സ്റ്റേറ്റ് അഡ്മിനു കൂടി, അതായത് സാങ്കേതികമായി ഈ ഡിജിറ്റലായി കൂടി തന്നെ ഓൺലൈനായി കൂടി ഇത് പരിശോധിക്കാൻ കഴിയും. ഒരു പരിശോധന കൂടിയുണ്ട്. അതുകൂടി മാത്രമാണ് യഥാർത്ഥത്തിൽ അവശേഷിക്കുന്നത്. മറ്റേതെങ്കിലും സംസ്ഥാനത്തിൻ്റെ ലൈസൻസ് സ്വന്തമാക്കിയാലും ഈ വിവരങ്ങൾ ഇപ്പോൾ ഏകീകൃത പോർട്ടലായതുകൊണ്ട് തന്നെ ലഭ്യമാകും. അതായത് ഇപ്പോഴത്തെ കണ്ടെത്തൽ എന്നത് ആകാശ് തില്ലങ്കേരി ഈ രൂപമാറ്റം വരുത്തിയ വലിയ തോതിലുള്ള നിയമലംഘനങ്ങളുടെ ഘോഷയാത്ര തന്നെയാണ് വയനാട് പനമരം വഴി നടത്തിയ ജീപ്പ് റൈഡിന്റെ ഭാഗമായി ഉള്ളത്. ആ ദൃശ്യങ്ങൾ ആകാശ് തില്ലങ്കേരി തന്നെ ചിത്രീകരിച്ച് പങ്കുവെക്കുകയും ചെയ്തു. ഷുഹൈബ് വധക്കേസ് പ്രതിയായ ആകാശ് ഇങ്ങനെ ഷോ കാണിച്ചത് ലൈസൻസ് ഇല്ലാതെയാണ് എന്ന കണ്ടെത്തലാണ്. ഇനിയിപ്പോൾ മറ്റു നടപടികളിലേക്കും വയനാട് എൻഫോഴ്സ്മെന്റ് RTO ഉടൻ തന്നെ കടക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.